ഇടുക്കി ജില്ലയിൽ ത്രിതല പഞ്ചായത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് സമ്പൂർണ്ണ വിജയം. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത്, കഞ്ഞിക്കുഴി ഡിവിഷൻ, കരിമണ്ണൂർ പഞ്ചായത്ത്, പന്നൂർ വാർഡ് എന്നിവിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. രണ്ടിടത്തും UDF സീറ്റ് തിരികെ പിടിച്ചെടുത്തു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് കഞ്ഞിക്കുഴി ഡിവിഷനിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി സാന്ദ്രാമോൾ ജിന്നയ്ക്ക് മിന്നുന്ന വിജയമാണ് നൽകിയത്. LDF സ്ഥാനാർത്ഥി സിൻസി ജോബിയേക്കാൾ 753 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സാന്ദ്രാമോൾ വിജയിച്ചത്. UDFൽ നിന്ന് മത്സരിച്ച് വിജയിച്ച ശേഷം കൂറുമാറിയ മുൻ അംഗം രാജീവ്ചന്ദ്രനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യനാക്കിയതോടെയാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. UDF സ്ഥാനാർത്ഥിക്ക് 2146 വോട്ടും LDF സ്ഥാനാർത്ഥി സിൻസി ജോബിക്ക് 1393 വോട്ടുകളും BJP സ്ഥാനാർത്ഥി സിന്ധു സുനിലിന് 426 വോട്ടുകളും ലഭിച്ചു. എനിക്ക് മാത്രമല്ല, കഞ്ഞിക്കുഴിയിലെ, ഇടുക്കി ജില്ലയിലെ തന്നെ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും നേതാക്കളും വിശ്വാസികളുമായ ഓരോരുത്തരെയും സംബന്ധിച്ചും അത്രയേറെ അഭിമാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ഒരു നിമിഷമാണിത്. ഞങ്ങളെ ചതിച്ച്, ഞങ്ങളുടെ വോട്ടുകൾ നേടി ഞങ്ങളെ ചതിച്ച് കൂറുമാറിപ്പോയ ഒരാളോടുള്ള ചെറിയൊരു പ്രതികാരം പോലെയായിരുന്നു, ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ടാണ് ഐക്യജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ആ സാധ്യതയ്ക്ക് ലഭിച്ചതിനേക്കാൾ 3 ഇരട്ടിയിലധികം ഭൂരിപക്ഷത്തിൽ എന്നെയും ഐക്യജനാധിപത്യ മുന്നണിയെയും നല്ലവരായ കഞ്ഞിക്കുഴി ഡിവിഷനിലെ വോട്ടർമാർ വിജയിപ്പിക്കുകയുണ്ടായി. എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ 1000 നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. നന്ദി. കരിമണ്ണൂർ പഞ്ചായത്തിലെ പന്നൂർ വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ UDFലെ AN ദിലീപ് കുമാർ വിജയിച്ചു. പന്നൂർ വാർഡ് LDFൽ നിന്നും UDF പിടിച്ചെടുക്കുകയായിരുന്നു. പഞ്ചായത്തിൽ ഭരണം മാറാൻ സാധ്യതയുണ്ട്. എൻലൈറ്റ് ന്യൂസ്, ഇടുക്കി.